പറ്റിയുള്ള പാഠമാണ്. വായിക്കാം. ഞാൻ എപ്പോഴും ഹവ്വായെ പറ്റി ചിന്തിച്ചത് വളരെ വളരെ ഒരു മോശമായിട്ടുള്ള രീതിയിലാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും അങ്ങനെയാണല്ലോ. എന്നാൽ ദൈവം എൻ്റെ കണ്ണുകളെ തുറന്ന കാര്യം ഞാനൊന്ന് പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ആദ്യം വായിക്കാം. യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹവ്വ, ദൈവവുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്, എല്ലാ ദിവസവും ഒരുമിച്ച് നടക്കുന്ന, ഹസ്ബൻഡ് കൂടെ ചേർന്ന് ഒരുമിച്ച് നടക്കുന്ന റിലേഷൻഷിപ്പ് പോയി. ആ ഒരു ബ്ലെസ്സഡ് 12-ാമത്തെ വാക്യത്തിൽ അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയിലോട്ട് മാറി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3:23 വായിച്ചാൽ അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയി. ഹസ്ബൻഡുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്ന ഒരു പ്രയാസമായി. ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. പിന്നെ നമ്മൾ മുമ്പോട്ട് കാണുമ്പോൾ നമ്മൾ കാണുന്നത് മക്കൾ 2 പേരും ഓരോരുത്തരായിട്ട് നഷ്ടപ്പെട്ടു. ഹാബേലിനെ ആദ്യം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കയീൻ ദൂരെ ഒരു വാണ്ടററായിട്ട്, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറിപ്പോയി. ഞാൻ ഓർക്കുമായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹവ്വ. പക്ഷെ ഹവ്വ ഒരു കാര്യം നഷ്ടപ്പെടുത്തിയില്ല, തൻ്റെ ദൈവത്തിലുള്ളൊരു പ്രത്യാശ. ഈ ആദ്യത്തെ മകൻ, ഞാൻ ഓർക്കുമായിരുന്നു, ആദ്യത്തെ മകൻ കയീൻ ഉണ്ടായപ്പോൾ തന്നെ കയീൻ്റെ പേരെങ്ങനെയാ ഹവ്വ ഇട്ടതെന്നറിയാമോ? എനിക്ക് ദൈവത്തിൻ്റെ സഹായത്താൽ ഒരു മകൻ ലഭിച്ചു. ഐ ഹവ് ഗോട്ടൺ എ മാൻ ചൈൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്. അപ്പം അവിടെ ദൈവത്തിനെയാണ്. കാരണം ആക്ച്വലി ഹവ്വ ഒരു ലേബർ റൂം കണ്ടിട്ടില്ല. ഹവ്വായ്ക്ക് പ്രസവം എന്തോന്ന് അറിയത്തില്ല. ഹവ്വായ്ക്ക് പറഞ്ഞു തരാൻ വേറെ അമ്മച്ചിമാരും വല്യമ്മച്ചിമാരും ഒന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് ഹവ്വ ഇത്രയും കാര്യങ്ങൾ ഏദൻ തോട്ടത്തിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടെങ്കിലും എപ്പോഴും മാത്രമല്ല, ഹവ്വ ജീവിക്കുന്നത് ഒരു ഗിൽറ്റ് ഫീലിങ്ങോടെ ആയിരിക്കും. ഹവ്വ വിചാരിക്കുമായിരിക്കും, അയ്യോ എൻ്റെ കാരണം കൊണ്ടാണല്ലോ ഇതെല്ലാം നടന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിങ്ങോടെ ജീവിച്ചെങ്കിൽ പോലും ഹവ്വ അവസാനം ഓരോ കാര്യം ഉണ്ടാകുമ്പോൾ, കുഞ്ഞുണ്ടായപ്പോൾ പറഞ്ഞു, ഐ ഹാവ് ഗോട്ടൺ എ മാൻ ചൈൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ് എന്ന് ഹവ്വ പറഞ്ഞ്. അത് കഴിഞ്ഞ് നമ്മൾ ഇത്ര എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ദൈവം അവസാനം ദൈവം സേത്ത് എന്ന് പറഞ്ഞ മകനെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് സേത്തിനെ പറ്റി 4:25. 4:25 നോക്കാം. 4:25 ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവളൊരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് സേത്ത് എന്ന് പെട്ടു. ദൈവം തന്നു അപ്പോയിൻറ്റഡ്, ഗോഡ് ഹാഡ് അപ്പോയിൻറ്റഡ്, ദൈവം തന്നു. അപ്പോൾ പിന്നെയും ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടാത്ത ഒരു സഹോദരിയായിട്ട് നമുക്ക് ഹവ്വ ആദ്യത്തെ അമ്മയെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ദൈവം മാറ്റിവെച്ചില്ല. ഇങ്ങനെയുള്ളൊരു ഹവ്വ. ഞാൻ ഓർക്കുമായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി നമ്മൾ കാണുന്നത് ഈ സേത്തിൻ്റെ ആ സമയത്ത് തന്നെയാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ ആരാധന തുടങ്ങുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. 26 സേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അവസാനം തിരിച്ചൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ് തൻ്റെ തന്നെ മകനിൽ കൂടി തന്നെ ഹവ്വായ്ക്ക് അവിടെ കിട്ടുവാനിടയായി. നമ്മൾ തിരിച്ച് ലൂക്കോസ് 3:38 വായിക്കുമ്പോൾ ഒരു വാക്യം അവിടെയുണ്ട്, നമുക്കതും കൂടെ ഒന്ന് വായിക്കാം. ദൈവം റിസ്റ്റോർ ചെയ്യുന്നൊരു ദൈവം. നമുക്ക് എത്ര ഹോപ്പ് ഇല്ലെങ്കിലും ദൈവം തിരിച്ച് റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണെന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് ഏത് ഹോപ്പ്ലെസ്, നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ട് വന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും തിരിച്ച് ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. ലൂക്കോസ് 3:38 കൈനാൻ ഏനോശിൻ്റെ മകൻ, ഏനോശ് ഷേത്തിൻ്റെ മകൻ, ഷേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. എന്തൊരു വലിയ ദൈവമാണ്! ആ ഒരു ജീനിയോളജിയിൽ തന്നെയാണ് പിന്നെയും യേശു കർത്താവ് ജനിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ഗുഡ്നെസ് ഒരിക്കലും നമുക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമായിട്ട് നമുക്കറിയാം. യെരമ്യാ 29 നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു വാക്യമുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ പ്ലാൻസ് നമുക്കറിയാം. അവിടെ
ഐ നോ ദ പ്ലാൻസ് ദറ്റ് ഐ ഹാവ് ഫോർ യു, നോട്ട് ഫോർ ഹാം എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. യെരമ്യാ 29:11 ഞാൻ വായിക്കട്ടെ. 29:11 ഞാൻ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ പ്രശ്നം കൊണ്ട് ഒരു കുറ്റം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ പോലും ദൈവം നമുക്ക് വേണ്ടി നന്മയെ മാത്രം കരുതുന്ന ദൈവം. എത്ര വിശ്വസനായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ വചനം നോക്കിയാൽ ഒരു വേദപണ്ഡിതൻ പറയുന്നത് 8,000-ഓളം പ്രോമിസസ് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടെന്ന്. 8,000-ഓളം. ഈ 8,000-ഓളം പ്രോമിസസ് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടെങ്കിലും ദൈവം, ഞാനത് ഫിലിപ്പിയർ 4:13 വായിക്കുന്നത് പലപ്പോഴും അത് ചിലപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. പക്ഷേ ഫിലിപ്പിയർ 4:13 പറയുന്നത് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇന്ന് ഞാനത് ചിന്തിച്ചപ്പോൾ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ എന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനത്താൽ എനിക്ക് സകലവും സാധിക്കും. ഏത് വാക്യശകലം ഉണ്ടെങ്കിലും അത് നമുക്ക് മുറുകെ പിടിച്ച് തീർച്ചയായിട്ടും ദൈവം അത് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ സങ്കീർത്തനം 30:5 കൂടെ നമുക്കൊന്ന് വായിക്കാം. എന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് വായിച്ചപ്പോൾ സങ്കീർത്തനം 30:5 എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തി. ഈ ഹൗവായുടെ കോണ്ടെക്സ്റ്റിൽ അത് വായിച്ചത് 30 ഞാൻ ഈ ബൈബിളിലെ സഹോദരിമാരെ പറ്റി വായിക്കുമായിരുന്നു ഒരു ബുക്കിൽ നിന്ന്. അപ്പോഴാണ് എനിക്ക് ഈ ഭാഗം എനിക്ക് വളരെ എന്നെ ധൈര്യപ്പെടുത്തിയത്. സങ്കീർത്തനം 30:5 ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ദൈവം ചിലപ്പം കോപിക്കേണ്ടി വരും. നമ്മളോട് കോപിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും ദൈവത്തിന്? പക്ഷെ ക്ഷണനേരത്തേക്കേ ഉള്ളൂ, ഫോർ എ മോമെൻ്റ് എന്നാ. പക്ഷെ ഹിസ് ഫേവർ ഇസ് ഫോർ എ ലൈഫ് ടൈം. അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. എത്ര വലിയ അനുഗ്രഹമാണ്! ജീവപര്യന്തം ദൈവത്തിൻ്റെ പ്രസാദം, ഹിസ് ഫേവർ. നമുക്ക് അതിൻ്റെ അടുത്ത വാക്യം, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും. പലപ്പോഴും നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്, കരച്ചിലുണ്ട്, ദൈവം അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഒരു ഷൗട്ട് ഓഫ് ജോയ് കംസ് ഇൻ ദ മോർണിംഗ് എന്നായിരുന്നു. ഷൗട്ട് ഓഫ് ജോയ്, ഒരു ആനന്ദഘോഷമാണ് വരുന്നത്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ ഭാഗം ഹൗവായെ പറ്റി വായിച്ചപ്പോൾ ഹൗവായുടെ ജീവിതത്തിലും അതായിരുന്നു. കരച്ചിൽ വന്ന് രാപാർത്തു. ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു, ദൈവമായിട്ടുള്ള ബന്ധം ഒരു വിധത്തിൽ ഇൻറ്റിമേറ്റ് ബന്ധം നഷ്ടപ്പെട്ടു, ഹസ്ബൻഡുമായിട്ടുള്ളൊരു ബ്ലെയിം ഗെയിമിലോട്ട് മാറി, ഹാബേലിനെ നഷ്ടപ്പെട്ടു, കൈയിനെ ഒരു രീതിയിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ കർത്താവിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശയ, ആ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. ദൈവം അവൾക്ക് പിന്നെയും ഒരു മകനെ കൊടുത്തു. ദൈവത്താൽ പിന്നെയും പ്രിയപ്പെട്ടവൾക്ക് ഒരു മകനെ കിട്ടാനായിട്ട് ഇടയായി. ആ മകൻ മുഖാന്തരം ആരാധന പിന്നെയും തുടങ്ങി. ആ മകൻ വഴി യേശു കർത്താവ് ഭൂമിയിൽ വന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞ കാര്യം ആ മകനിൽ കൂടി നിവൃത്തിയായി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ജയഘോഷമുണ്ട്. ഷൗട്ട് ഓഫ് ജോയ്. നമുക്കത് നമ്മൾ കരച്ചിൽ വന്ന് രാപാർത്ത് കിടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, 8,000 പ്രോമിസസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നിവൃത്തിയാവുമെന്നറിയാമോ? ത്രൂ ക്രൈസ്റ്റ്. ദൈവ വചനത്തിൽ കൂടി ആ വചനം നമ്മൾ അങ്ങനെ നമ്മുടെ ഹൃദയത്തിലോട്ട് എടുക്കും. ദൈവം തീർച്ചയായിട്ടും ദൈവം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അത് ദൈവം ചെയ്തിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുമായിരുന്നു, ആങ്ഷ്യസ് ആയിട്ട് ഇത് നടക്കുമോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒന്നും നടക്കത്തില്ല. എന്നാൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്സ് റിസ്റ്റോർഡ് ആവാനായിട്ട് നടക്കും, ദൈവത്താൽ നടക്കും. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്ലിയർഡ് ആകുമോ? നടക്കും, തീർച്ചയായിട്ടും നടക്കും. എന്ത് നമുക്ക് വേണ്ടത് അത് തീർച്ചയായിട്ടും ദൈവം ചെയ്തു തരും. ഞാൻ ഓർക്കുമായിരുന്നു, തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ആവശ്യമാണ്, ഇമ്പോസിബിളാണ്. ദൈവത്തിൻ്റെ പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അത് നടക്കും. എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ദൈവമാണ്. ഈ വലിയവനായ ദൈവത്തെ നമുക്ക് ഈ ഹൗവ വിശ്വസിച്ചതുപോലെ, ഹൗവ എനിക്ക് പുതിയ ആശ തന്നു. ഹൗവയുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയെടുത്ത് ദൈവം ഹൗവായ്ക്ക് ആ വിശ്വാസം കൊടുത്തു. ദൈവം ഹൗവ വിശ്വാസം കാത്തു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം പഠിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ വരുവാനും കർത്താവെ, ആദ്യ പാഠങ്ങളിൽ നിന്ന്
കർത്താവെ പുതിയ ആശ ഞങ്ങൾക്ക് കിട്ടുവാനും ഇടയാക്കിയല്ലോ. അതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു കർത്താവെ. താങ്ക് യു ലോഡ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ട്രാൻസ്ഫോമിങ് കാര്യമായിട്ട് മാറ്റി തീർക്കണമേ. ഓ കർത്താവെ, ഹവ്വ തുടങ്ങി എത്രയെത്ര സഹോദരിമാർ, എത്രയെത്ര സഹോദരന്മാർ കർത്താവെ പറ്റി ഞങ്ങൾക്ക് ഈ വചനത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഈ പഠിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഗുണീകരണത്തിനും ഞങ്ങളുടെ ശ്രദ്ധയ്ക്കും ഞങ്ങളുടെ വാർണിങ്ങിനും ഒക്കെ ആക്കി അങ്ങ് മാറ്റി തീർക്കണമേ കർത്താവെ. ഈ വചനം വായിക്കുവാൻ, വചനം ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുളയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോഡ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്.